അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യസന്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മതം താങ്കൾ പിന്തുടരുക. അദ്ദേഹം ബഹുദൈവാരാധകന്മാരിൽപ്പെട്ടവനായിരുന്നില്ല എന്ന് താങ്കൾക്ക് നാം നിർദ്ദേശം നൽകി. സന്മാർഗത്തിൻ്റെയും അനുസരണത്തിൻ്റെയും നന്ദിയുടെയും പശ്ചാത്തലത്തിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ഖുർആൻ ചിത്രീകരിക്കുന്നത്. അദ്ദേഹം ഒരു അനുകരിക്കാൻ പറ്റിയ ഒരു നേതാവായിരുന്നു, ഒരു പ്രസ്ഥാനം തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ദൈവഭക്തനായിരുന്നു, സത്യസന്ധനായിരുന്നു, ബഹുദൈവാരാധകതിൽപ്പെട്ടവനെ ആയിരുന്നില്ല. അവരുമായി ഒരു ബന്ധവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാട്ടിയവനുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ മുശ്രിക്കുകളെപ്പോലെ വാക്കാലും പ്രവൃത്തിയാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചവനായിരുന്നില്ല. അള്ളാഹു നൽകിയ വിഭവങ്ങളുടെ പങ്ക് അവരുടെ പരദൈവങ്ങൾക്ക് നൽകിയവനും ആയിരുന്നില്ല. അന്ധവിശ്വാസങ്ങളെ പിന്തുടർന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സ്വയം നിഷിദ്ധമാക്കിയവനും ആയിരുന്നില്ല. അദ്ദേഹത്തെ അള്ളാഹു പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും നേർവഴിയിലേക്ക് ശുദ്ധവും വക്രതയില്ലാത്തതുമായ ഏക ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് അള്ളാഹു അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തു. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പാത പിന്തുടരാനാണ് അള്ളാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകുന്നത്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.